വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇപ്പൊ ഞങ്ങളുടെ ഫാമിലി ആയിട്ട് മൂന്നാർ വരെ പോണേണ് ഗൈസ്. ഇപ്പൊ ഞങ്ങൾ എവിടെയോ എത്തിയിട്ടുണ്ട്. സ്ഥലത്തിന്റെ പേരൊന്നും അറിയില്ല ഗൈസ്. പപ്പ വണ്ടിയിരുന്ന് പാട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ബാക്കിൽ ഇരുന്ന് ടോയ്സ് ഒക്കെ വെച്ച് കളിക്കുന്നതായിരുന്നു ഗൈസ്. ഈ വെള്ളച്ചാട്ടം എന്ത് ഭംഗിയാ. ഞാൻ പപ്പനോട് പറഞ്ഞിട്ടും പപ്പ നിർത്തിയില്ല. നല്ല തിരക്കായിരുന്നു. അടുത്ത വെള്ളച്ചാട്ടം കാണാന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഈ ചെറിയ വെള്ളച്ചാട്ടം കണ്ടിച്ചു. ഇവിടെയാണെങ്കിൽ ഇതേപോലെ വെള്ളച്ചാട്ടത്തിലും കാലൊക്കെ മുക്കാം. ഫ്രണ്ട്സ്, ഇവിടെ തിരക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചു നേരം നിൽക്കാനൊക്കെ പറ്റി. ഞാനാണെങ്കിലും അപ്പനോട് സമ്മതിക്കണ്ടായിരുന്നില്ല അവിടെ നിന്ന് പോവാൻ പോലും. ഞാൻ അവിടെ വെള്ളത്തിലൊക്കെ കാലിട്ടിട്ട് ഞാൻ കുറേ നേരം നിന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വെള്ളച്ചാട്ടമൊക്കെ കണ്ടിറങ്ങി ഞങ്ങൾ നേരെ മൂന്നാർക്കാണ് പോകുന്നത്. അപ്പോൾ മൂന്നാർ എത്തിയിട്ട് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. അവിടെ കുറച്ച് കടകളിലൊക്കെ കയറി. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ മഴയൊക്കെ ആയിരുന്നുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെ റിസോർട്ട് ബുക്ക് ചെയ്തിരുന്നത് മാങ്കുളം എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ മാങ്കുളത്തേക്ക് പോവുകയാണ്. മാങ്കുളത്തേക്ക് പോകുന്ന വഴി നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടം ഗൈസ്. ഞാനും അമ്മയും അവിടെ കുറേ നേരം സ്ഥലത്തൊക്കെ ഓടിയൊക്കെ കഴിച്ചു. പിന്നെ അവിടെ കുറേ നേരം ഞങ്ങൾ ഇരിക്കുകയൊക്കെ ചെയ്തു. ടൈം ലേറ്റ് ആവുന്ന പറഞ്ഞാൽ ഞങ്ങൾ വേഗം റിസോർട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലെത്തേക്കിലേക്കും നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് പിറ്റേ ദിവസത്തെ മുതലുള്ള വിശേഷങ്ങളൊക്കെ ആയിരിക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലെ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഗൈസ്. അടിപൊളി വ്യൂ ആയിരുന്നു. ഞങ്ങളുടെ റൂമിൽ നിന്ന് തുറക്കുമ്പോൾ തന്നെ കണ്ടില്ലേ വെള്ളച്ചാട്ടവും നല്ല മലകളൊക്കെ കാണാൻ പറ്റി. നല്ലൊരു വ്യൂ പോയിന്റിൽ തന്നെയായിരുന്നു ഞങ്ങൾക്ക് റൂം കിട്ടിയിരുന്നത്. ബബലൂനും നിബുവിനൊക്കെ ഭയങ്കര ഇഷ്ടമായത്. ഗൈസ്, ഇപ്പം എനിക്ക് ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ കുറച്ച് ഫാമിലി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കുകയാണ് ഗൈസ്. അതായത് ഞങ്ങൾ നേരെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. എങ്ങോട്ടേക്ക് പോവാണ്? ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങണേണ്ട. ഈ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? മാങ്കുളം. അതെ, മാങ്കുളത്ത് നിന്ന് നമ്മൾ ഇറങ്ങിക്കാൻ നോക്കി ഇറങ്ങട്ടാ. സ്റ്റേഴ്സ് പതിക്കെ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ ഇറങ്ങാൻ പറ്റൂല. ഞങ്ങളിപ്പോൾ ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാൻ പോവാണ് ഗൈസ്. ഞാൻ പറഞ്ഞ ഹാങ്ങിങ് ബ്രിഡ്ജ് ഇതാണ്. അങ്ങനെ ഞങ്ങൾ നല്ല ഭംഗിയും ഒഴുക്കുള്ളൊരു വെള്ളച്ചാട്ടം കണ്ടായിരുന്നു. നിപ്പും ബബ്ലുവും കൂടി വെള്ളച്ചാട്ടത്തിൽ കണ്ടാലും പോയി. അവിടെ നിന്ന് ഒരു ഇറക്കം ആയതുകൊണ്ട് എനിക്ക് പേടിയാവുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. അത് രണ്ടുപേരും പോയിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ കാലത്തിട്ടിരുന്നു. അങ്ങനെ ഞങ്ങളിനി നേരെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഉച്ചയായിട്ടുണ്ട് ഇപ്പോൾ സമയം. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിനി നേരെ റിട്ടേൺ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ
അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. ഞങ്ങളിത് നേരെ വീട്ടിലേക്ക് പോകാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ അടിമാലിയിൽ എത്തിയപ്പോഴേക്കും ഒരു ചോക്ലേറ്റ് ഫാക്ടറി കണ്ടു. ബബ്ലുവിന് കുറച്ച് ചോക്ലേറ്റ്സും ചോക്ലേറ്റ് പൗഡറൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കയറി. അപ്പോൾ ഞങ്ങൾ ചോക്ലേറ്റൊക്കെ വാങ്ങി. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ ട്രിപ്പ് ഇവിടെ അവസാനിക്കുവാണ്. അപ്പോൾ ഞങ്ങളിന്ന് നേരെ വീട്ടിലേക്ക് പോകാൻ പോവാണ്. നാളെ ബബ്ലുവിന് സ്കൂളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ, അടുത്ത വീഡിയോ കാണാം.